ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഉണ്ടാക്കുന്നത് പാൽ കേക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ തേനൂറും പാൽ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്ക പൊടിച്ച് അല്പം ഇടാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml ഉണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് അല്പം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മിൽക്ക് പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. 2 സ്പൂൺ മിൽക്ക് പൗഡറാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതിലോട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്കൊരു 1 സ്പൂണോളം വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ആവശ്യം പോലെ 1 സ്പൂൺ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. 2 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് കുഴച്ച് നന്നായിട്ട് എടുക്കാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പഞ്ചസാര ലായനി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. 125 ml പഞ്ചസാര ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി അല്പം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി പഞ്ചസാര നന്നായിട്ട് ഉരുകി വരണം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യണം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തിക്കോൽ കൊണ്ട് പരത്തിയെടുക്കാം. തിരിച്ചു വെച്ചും പരത്താം. നമുക്കൊരു കത്തി എടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ പാൽ കേക്കിൻ്റെ ഒക്കെ ഒരു അളവിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കും. ഇത്രയും വലുപ്പത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കിത് സൈഡൊക്കെ ഒന്ന് അല്പം ഒന്ന് ഒതുക്കി പാൽ കേക്കിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത എല്ലാ പീസും നമുക്ക് ഇങ്ങനെ പാൽ കേക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഓരോ പീസ് വെച്ചിട്ട് കൊടുക്കാം. നാല് പീസാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഇത് വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ലോയിൽ വേണം ഫ്ലെയിം ഇടാനായിട്ട്. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഉൾവശം ഒന്നും വെന്ത് കിട്ടുകയില്ല. അപ്പം നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് നമുക്കിത് ഏറ്റവും ലോയിൽ തന്നെ ഇട്ട് കൊടുക്കാം. സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഞാനൊരു 5-6 മിനിറ്റോളം ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് നമുക്കിത് വെന്ത് കിട്ടുള്ളൂ. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ലായനിയിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാൽ കേക്ക് ഇട്ട് കൊടുക്കണം. പഞ്ചസാര ലായനിക്ക് ഒരു ചെറു ചൂടുണ്ടായിരിക്കണം. എന്നാലാണ് നമ്മുടെ പഞ്ചസാര ലായനി നമ്മുടെ കേക്കിലോട്ടൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കിങ്ങനെ പഞ്ചസാര ലായനി നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ പാൽ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും.